ഒരു ഫ്ലാറ്റാണോ അതോ ഒരു ഇൻഡിപെൻഡന്റ് വില്ലയാണോ, ഏതായിരിക്കും ഒരാൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ആദ്യം തന്നെ ഒരു വില്ലയെക്കുറിച്ച് പറയാം. അതിന്റെ ഏതാനും ഗുണങ്ങളെ പറ്റി പറയാം. ആവശ്യത്തിന് സ്ഥല സൗകര്യം, അതും ഒരാളുടെ ഇഷ്ടാനുസരണം പണിയാം. ഇനി ഭാവിയിൽ അല്പം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ അതും സാധ്യമാണ്. ഒരു ഫ്ലാറ്റിനേക്കാൾ താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഒരു വില്ല പണിയാൻ സാധിക്കും. വീട്ടിൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥല സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ എപ്പോഴും ഒരു വില്ല തന്നെയായിരിക്കും ഉത്തമം. ഒരു വീടിനോട് ചേർന്ന് അല്പം മുറ്റമുണ്ടാകും. അതിൽ നമുക്ക് ഇഷ്ടത്തിന് അല്പം കൃഷിയോ അല്ലെങ്കിൽ അടുക്കളത്തോട്ടമോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പറഞ്ഞതൊക്കെ ഒരു വീടിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണെങ്കിൽ ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ച് ദൂഷ്യഫലങ്ങൾ കൂടി പറയാം. ഒരു വീട് എപ്പോഴും ടൗണിൽ നിന്നും അല്പം മാറിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടൗണിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ആശുപത്രി, ഷോപ്പിംഗ് സൗകര്യങ്ങൾ, റെയിൽ, ബസ് സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവയെല്ലാം ഒരല്പം ദൂരെയായിരിക്കും. എന്നാൽ മിക്കവാറും ഫ്ളാറ്റുകൾ നഗര പരിധിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവയാകയാൽ മുകളിൽ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം കയ്യെത്തും ദൂരത്തിൽ തന്നെ ലഭ്യമായിരിക്കും. ഒരു ഫ്ളാറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുരക്ഷാ സൗകര്യങ്ങൾ ഒരു വീട്ടിൽ നന്നേ കുറവായിരിക്കും. കാരണം ഒരു ഫ്ളാറ്റിൽ മിക്കവാറും 24/7 സെക്യൂരിറ്റി സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ളാറ്റുമായി താരതമ്യം ചെയ്താൽ ഒരു വീടിന് റീസെയിൽ സാധ്യത ഒരല്പം കുറവായിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും ഒരു ദൂരദിക്കിലേക്ക് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബന്ധുവീട്ടിലേക്ക് എളുപ്പത്തിൽ സാധിക്കും. തിരികെ വരുമ്പോൾ ഒരു ചെറിയ ക്ലീനിങ് ഒരു ഫ്ലാറ്റിനെ വീണ്ടും അതിന്റെ പഴയ സ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരുമെങ്കിൽ ഒരു വീടിന്റെ കാര്യം അങ്ങനെ ആയിരിക്കില്ല. ഒരു ഫ്ലാറ്റിൽ പൊതുവെ ഉള്ള സൗകര്യങ്ങളായ ജിം, നീന്തൽക്കുളം, പാർട്ടി ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരു വീട്ടിലുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ഈ സൗകര്യങ്ങൾക്കൊക്കെ തന്നെ മാസാമാസം ഒരു അധിക തുക നൽകേണ്ടതായിട്ടും ഉണ്ടെന്ന കാര്യവും നമുക്ക് വിസ്മരിച്ചുകൂടാ. മുകളിലെ നിലകളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. എന്നാൽ ഒരു വീട്ടിൽ ഈ സൗകര്യം ലഭ്യമല്ല. അതുപോലെ തന്നെ മുകളിലെ നിലകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലാറ്റിൽ നല്ല കാറ്റും വെളിച്ചവും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു വില്ലയിൽ ഈ സൗകര്യങ്ങൾക്ക് ഒരല്പം പരിമിതികളുണ്ട്. ഒരു ഫ്ലാറ്റിൽ കൂടുതൽ കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനാൽ ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭങ്ങളായിരിക്കും. എന്നാൽ ഒരു വീട്ടിൽ ആ വീട്ടിലെ അംഗങ്ങൾ മാത്രം ഒത്തുകൂടുന്നവയായിരിക്കും മിക്കവാറും ആഘോഷങ്ങൾ. ഒരു ഫ്ലാറ്റിൽ കൂടുതൽ ആളുകൾ ഉള്ളതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ശബ്ദമുയർത്താൻ സാധിക്കും. എന്നാൽ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുടുംബനാഥൻ മാത്രമായി അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വയസ്സായ ആളിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ഒരുക്കുന്ന സൗകര്യങ്ങളും സുരക്ഷയും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ അപായപ്പെടുത്തി കവർച്ചകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത്. വാടകയ്ക്ക് നൽകാനാണെങ്കിലും ഒരു വീടിനേക്കാൾ എളുപ്പം വാടകയ്ക്ക് ആളെ കിട്ടാനും കൂടുതൽ വാടക ലഭിക്കാനും എപ്പോഴും ഒരു വീടിനേക്കാൾ അനുയോജ്യം ഒരു ഫ്ലാറ്റ് തന്നെയായിരിക്കും. തുടർച്ചയായുള്ള പരിപാലനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴും 1-2 മുറികൾ മാത്രമുള്ള ഒരു ഫ്ലാറ്റ് പരിപാലിക്കാനായിരിക്കും ഏറെ സ്ഥല സൗകര്യങ്ങളും മുറ്റവുമുള്ള ഒരു വീട് പരിപാലിക്കുന്നതിനേക്കാളും എളുപ്പം. ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ജോലിക്കാരെ കിട്ടാനാണെങ്കിലും അതുപോലെ വീട്ടിലേക്ക് നിത്യോപയോഗത്തിനുള്ള ആവശ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനാണെങ്കിലും ഒരു വീടിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കും. ഇനി ഒരു ഫ്ലാറ്റ് ആണോ അതോ ഒരു വീടാണോ കൂടുതൽ നല്ലത് എന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടം വരെ, അതായത് വീട്ടിൽ കൂടുതൽ ആളുകൾ ഉള്ള സമയം വരെ ഒരു വീട് തന്നെയായിരിക്കും നന്നായിരിക്കുക. ഇനി അച്ഛനമ്മമാരുടെ കാലം കഴിയുകയും കുട്ടികൾ ജോലിക്കായി പല പല ദിക്കുകളിലേക്ക് മാറി താമസിക്കുകയും ചെയ്യുന്ന സമയത്തേക്ക് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഏറെ പ്രായമായിരിക്കും. ആ സമയത്ത് ചുറ്റുവട്ടങ്ങളിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന, കൂടുതൽ സുരക്ഷ പ്രദാനം ചെയ്യുന്ന, എളുപ്പത്തിൽ വൃത്തിയാക്കി വെക്കാൻ സാധിക്കുന്ന ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അറിയാം, ഇപ്പറഞ്ഞതെല്ലാം എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ വ്യത്യസ്തരായ അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തിക്കോളൂ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി ഇനിയും തിരിച്ചു വരാം. നന്ദി, നമസ്കാരം.